ഇതിപ്പോ ഏതല്ലേ ഉറക്കത്ത് കാണുന്നില്ല. ആ ചെക്കന്മാരെ വിളിച്ചോട്ടെ, ഒരാളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഹലോ, ആ എങ്ങട്ടാ വിളിക്കണേ? ഞങ്ങളെ ഊട്ടി പോകാൻ നിൽക്കാണ്. അപ്പൊ ഇവിടുന്ന് റേഞ്ച് ഒന്നും കിട്ടൂല. ഇത് ഏതാ സ്ഥലം അറിയോ? എവിടെ? ഇത് പരലോകാണ്, പരലോകം. ഒയാണെങ്കിൽ ഹലോ, ഇത് എന്നെ കണ്ടാ മനസ്സിലായി. ഞാൻ ആരാന്ന് മനസ്സിലായോ? ആരാണ്? ഞാൻ കാലൻ. എന്ത് കാലം? നീ എന്താ തമാശക്ക? എടോ, ഞാൻ കാലനാണ്, ഒറിജിനൽ കാലൻ. കണ്ടില്ലേ? പോയാ നിങ്ങൾ? എടോ, താ ഒരു കുറച്ചു മുമ്പ് മരിച്ചുപോയി. ഞാനോ? ആ, നീ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു. വിടി വിടി വിടി, ഞാൻ എന്റെ ചെക്കന്മാരെന്ന് വിളിക്കട്ടെ. എടോ, നീ മനസ്സിലാക്ക കാര്യം ഞാൻ പറയുന്നത്. എന്താണ് ബായ് പറയ്. ഞാൻ എന്റെ വേഷം കണ്ടറിയില്ല, ഞാൻ കാലനാണ്. നിങ്ങൾ കുറച്ചു മുമ്പ് മരിച്ചു. നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരൂ. മരിക്ക്? ആ, ഞാനോ? ആ, കുറച്ചു മുമ്പ് നിങ്ങൾ ഫോൺ ചെയ്ത് ഇങ്ങനെ പോണ സമയത്തല്ല നിങ്ങളെ ഞാൻ പിടിച്ചോണ്ടത്. അപ്പൊ മനസ്സിലായില്ല? നിങ്ങൾ തമാശ അറിയാൻ നിക്കല്ലേ? എന്ത് തമാശ? ഞാൻ എന്റെ ചെക്കന്മാരെയും കൂടെ ഇട്ടു ഞാൻ രണ്ടെണ്ണം വീടാൻ വേണ്ടി പോവാൻ നിൽക്കുക. അത് മാത്രമല്ല, എന്റെ പെങ്ങളെ കുട്ടീനെ കല്യാണം അടുത്താഴ്ച. എന്നെയാണ് കൊല്ലുക ഞങ്ങള്. പോയാ നിങ്ങൾ? എടോ, നിന്റെ സമയം എടുത്തു, നിന്നെ പിടിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ എങ്ങനെ മരിക്കും? 28 വയസ്സായിട്ടുള്ളൂ ആകെ. അത് വെച്ചിട്ട് നിന്റെ സമയം 28 വയസ്സേ വരുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നു. നിങ്ങൾ എന്ത്? ഇതൊന്നും എന്റെ തീരുമാനമല്ല, പിന്നെ ഇതൊക്കെ മേലുള്ള തീരുമാനം. ആരത്? ദൈവം തീരുമാനിച്ചു നിങ്ങളുടെ സമയം. അയാളെ തീരുമാനങ്ങൾ പറയാനേ നിക്കല്ലേ. എന്താ അയാളെ കാട്ടിക്കൂട്ടൽ ഇവിടെ? അയാളൊക്കെ വല്ല മനുഷ്യനാണ്. എത്തായാലും ഇവിടെ കാട്ടിക്കൂട്ടണ ഈ ലോകത്ത്. നീ ആരെയും പറയണ? ദൈവത്തെയാണ് നീ പറയണേ. പൊന്നാര കാല, അയാളെ മുന്നിൽ എത്ര ആൾക്കാർ വിളക്ക് വെച്ച് ഇങ്ങനെ തോന്നുന്നുണ്ട്. ആർക്കിങ്ങനെ വല്ല ഉപകാരം എന്തെങ്കിലും ആളുകൾ കിട്ടിയിരിക്കണം. ഇയാൾ എന്താ ഈ പറയണത്? ദൈവത്തെ കുറ്റം പറയേ? അപ്പൊ പറയണ്ടേ? പിന്നെ ഇവര് കാട്ടിക്കൂടണം. എന്താ അവിടെ എന്ത് കാട്ടിയെന്ന് പറഞ്ഞേ? ആർക്കെങ്കിലും ഒരു ഉപകാരം ഇവർ കൊണ്ടുണ്ടോ? അതെ, നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ദേവൻ. ആ ദേവ, മൂപ്പര് സത്യത്തിൽ കുറച്ച് പ്രതിസന്ധിയിലാണ്. മൂപ്പര് ആകെ പ്രശ്നത്തില്ല. മനുഷ്യന്മാരെ കള്ളു വലിയ പ്രശ്നത്തിന്റെ മൂപ്പർക്ക് ഭയങ്കര പ്രശ്നത്തിലല്ലേ? വെറുതെ മൂപ്പരിനായിരിക്കാൻ നിൽക്കല്ലേ. അത് അറിയാഞ്ഞിട്ടാ. ഒരു ഭയങ്കര പ്രശ്നം. മൂപ്പര് അവിടെ പോകുമ്പോ ഇവിടെ പോണം, ഇവിടെ പോകുമ്പോ അവിടെ പോണം, അവിടെ പോകുമ്പോ ഇവിടെ പോണം, എന്തെല്ലാം പ്രശ്നങ്ങളാ. ഒരു കാര്യം ചെയ്യും, നീ താഴോട്ട് നോക്കി. ആ നോക്കി, ഇപ്പൊ രണ്ടാളെ കാണിച്ചു തരാം. ദൈവമേ, വണ്ടിക്കൊന്ന് നല്ല ഓട്ടം ഉണ്ടാവണേ. ഈശ്വര ഭഗവാനെ, ഈ വണ്ടിക്ക് കുറച്ച് ഓട്ടം കുറഞ്ഞാലും വേണ്ടില്ല, വണ്ടിക്ക് പണിയൊന്നും തരില്ല. അല്ലെങ്കിൽ തന്നെ ആകെ കഷ്ടപ്പാടും ഓരോരോ പ്രശ്നങ്ങളാണ്. അതിന്റെ ഇടയിൽ വണ്ടീന്റെ പണി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആകെ ഗതികേടാവും. അതുകൊണ്ടാണ് ഈശ്വര ഭഗവാനെ. ദൈവമേ, കുറച്ച് ദിവസമായിട്ട് വർക്ക് വളരെ കമ്മിയാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. കുറച്ച് വണ്ടികൾ ഓട്ടോറിക്ഷ കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടുവരണേ. കുറച്ച് അടവും തിരിവൊക്കെ അല്ലതാണ്, സഹായിക്കണേ. കുടുങ്ങിയതുകൊണ്ടാണ്. കണ്ടില്ലേ, ഈ രണ്ടാളിലും മൂപ്പര് ആർപ്പം നിൽക്കുക. ഭയങ്കര പ്രശ്നം. നമ്മൾ ഈ കാണുന്ന മാതിരില്ല, ദൈവങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. എനിക്ക് ഞാനും മൂപ്പരപ്പം നിൽക്കണോണ്ട് എനിക്കിത് മനസ്സിലായി. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, അത് നോക്കി. പാളുവാ, അന്നെ പിരീണിലിച്ച് ഭയങ്കര സങ്കടം ഉണ്ടടി. എന്താ കാട്ടണത്? ഞാൻ അത്രയും കുടുങ്ങിയിട്ടാണ്. എത്ര എത്ര അറുവാരപ്പം അവിടെ വന്നാൽ എന്നെ ചോദിച്ചത്. ഓരൊക്കെ വില കാണണ്ടേ? ഇതാകുമ്പോ മുടിയാളീച്ചലിന്റെ ടീമാണ്, അത്യാവശ്യം വില കിട്ടും. മനസ്സിലായ എനിക്ക്? പടച്ചോനെ, ഈ മാളൂനെ നല്ലൊരു വിലക്ക് ചുറ്റി വിറ്റ് തരണേ. എന്നെ ഇയാള് അറുക്കാൻ കൊടുക്കാണ്. എന്നെ നീ രക്ഷിക്കണേ ദൈവമേ, ദൈവമേ എന്നെ കാക്കണേ. ദൈവാര കൂടെ നിൽക്കുക. അയാളും ദൈവത്തിനെ വിളിച്ച് കരയുന്നു, കന്നുകാലിയും ദൈവത്തെ വിളിച്ച് കരയുന്നു. ദൈവാര കൂടെ നിൽക്കുക. സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല. ദൈവം പ്രതിസന്ധിയിലാണ്. ഞാൻ മൂപ്പര സങ്കടം ഇടക്കിടക്ക് കാണല. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, അത് നോക്കി. അതിൽ വലിയ പ്രശ്നം കേട്ടോ കേട്ടോ. രാമൻ. ഹലോ, ആ രാമനല്ലേ? അതെ, എവിടെയാണ്? ഇത് ബാങ്കിൽ നിന്നാ. എന്താ സാറേ പറഞ്ഞോളി. അല്ല, താങ്കൾ ലോൺ അടച്ചില്ലല്ലോ? അറിയിട്ടല്ലോ സാറേ, കുറച്ചും കൂടി സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അടക്കായിരുന്നു. സാവകാശം ഒരുപാട് തന്നില്ലേ? അതെ സാറേ, അതെ. ഇനി അവസാന തീയതി 15 അത് അതിനുള്ളിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ വീട് ജപ്തി ചെയ്യും ബാങ്ക്. പിന്നെ ബാങ്കിന് പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കാം സാറേ, നോക്കാം. ഓക്കെ.
എൻ്റെ ദൈവമേ ആ കൂടെ ഇരിക്കാക്കൂരി അത് ഇതും കൂടി എനിക്ക് പോവണോ എന്തെങ്കിലും ഒരു വഴി കാട്ടിക്കൊണ്ട എൻ്റെ ദൈവമേ. ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എന്നെ സഹായിച്ചു. ഹലോ അമ്മ, എല്ലാ സ്ഥലത്തും തിരഞ്ഞമ്മ, ഇനി തിരയാനൊരു സ്ഥലവും ബാക്കിയില്ല. ക്രിസ്മസിന് കടയ്ക്ക് സാധനം എടുക്കാൻ വെച്ചിരുന്ന പൈസ ആയിരുന്നു അമ്മ. ഇനി എവിടെ തിരയുമെന്ന് അറിയില്ല. ശരി അമ്മ, ഞാൻ നോക്കട്ടെ അമ്മ. ദൈവമേ, എൻ്റെ പൈസ എങ്ങനെയെങ്കിലും നീ കണ്ടുപിടിച്ചതാ ദൈവമേ. എൻ്റെ കഷ്ടപ്പാട് നിനക്കറിയാലോ. കടയ്ക്ക് സാധനം എടുക്കാനുള്ള പൈസയാണ് ദൈവമേ. നീ എങ്ങനെയെങ്കിലും അതൊന്ന് കണ്ടുപിടിച്ചിട്ടാ ദൈവമേ. എൻ്റെ ബുദ്ധിമുട്ട് നീ മനസ്സിലാക്ക്. കണ്ടില്ലേ അയാളെ പ്രശ്നം? അയാളും കരയുന്നു, ഇയാളും ദൈവത്തെ വിളിച്ച് കരയുന്നു. ദൈവം ആരെ കൊടുന്നു ഒന്ന് പറഞ്ഞു? എനിക്കൊന്നും അറിയില്ല കേട്ടോ. അറിയണം, ഒരു പ്രതിസന്ധിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം പോലും പ്രതിസന്ധിയിലാണ് ഈ കാലത്ത്. മനസ്സിലായോ? എന്താ ചെയ്യാ? നിങ്ങൾ എന്റെ കാര്യം പറയൂ. നിങ്ങളുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാൻ അതല്ല പെങ്ങളെ കുട്ടീന്റെ കല്യാണം ഒക്കെ അതിപ്പോ ഞാൻ തീരുമാനിച്ചു. ഇതൊക്കെ ദൈവം തീരുമാനിച്ചാ, എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിന്. അതൊന്നും നടക്കൂല. നിങ്ങൾ മരിച്ചു, ഇനി ഒരു രക്ഷയില്ല. നിങ്ങള് അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ വേറെ തീരുമാനം എടുക്കും. മനസ്സിലായില്ല? നിങ്ങൾ ഞാൻ ആരാന്ന് നാട്ടിൽ അന്വേഷിച്ചു. നീ ആരാന്നപ്പോ എനിക്ക് നോക്കി അറിയില്ല. അത് നല്ല കാലാ. അവിടെ പല സ്ഥാപനങ്ങളും ഞാൻ പൂട്ടിച്ചിട്ടുണ്ട്, പല സ്ഥാപനങ്ങളെ തുറപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള പവർ എനിക്കുണ്ട്. ഇങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ എല്ലാ ആത്മാക്കളെയും പിടിച്ചുവിട്ടിട്ട് ഇവിടെ ഒരു സമരം ചെയ്യും. ഇവിടെ വന്നിട്ടോ? നീ ആ കേരളത്തിലെ പ്രശ്നം പിടർക്കാൻ നിൽക്കല്ലേ? അത് നടക്കൂല. കാല ഇങ്ങക്ക് ദേവനാരാന്ന് അറിയൂല, അതങ്ങളെ പ്രശ്നം. ഞാൻ മര്യാദക്ക് ചോദിക്കണം. ഇനി എന്തെങ്കിലും കാട്ടി പഴയ പോലാക്കി തരാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ കേരളത്തിൽ ഒരു ധാരണ ഉണ്ട്, ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സമരം ചെയ്യുക, ഈ കാര്യം നടത്തുക. അത് ഇവിടെ വന്നുകാണ്ട് ഇവിടെ ദേവലോകത്ത് വന്നൊന്നും നടക്കൂല. അത് മനസ്സിലാക്കണം. നിങ്ങൾ ദേവനാരാ ആദ്യം അന്വേഷിക്കും. വേറെ കാര്യമുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ സിമ്പതിന്റെ പുറത്ത് വേണമെങ്കിൽ ഞാൻ മൂപ്പരോട് സംസാരിക്കാം. ഞങ്ങൾ അങ്ങനെ പറയും. പിന്നെ അങ്ങനെ നീ വഴിക്കുക. ഒരു കാര്യം ചെയ്യും, ഞാൻ മൂപ്പരോട് സംസാരിച്ചോട്ടെ. ഒരു മിനിറ്റ് കൊടുക്കട്ടോ. എന്തായി? ഞാൻ സംസാരിച്ചു. ആദ്യമൊന്നും സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂപ്പര് കേരളത്തിൽ സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞു അത് ഈ സമരങ്ങൾ ചില സമയത്ത് നമുക്ക് ഗുണം ചെയ്യാറുണ്ട് അത്രേ. എനിക്കറിയില്ല, മൂപ്പര് പറഞ്ഞാണ്. അപ്പൊ തൽക്കാലം മൂപ്പര് ഒന്ന് പറഞ്ഞാച്ചാന്ന് പറഞ്ഞു. സന്തോഷായില്ലേ? ചെലവ് ചെയ്യണം കേട്ടോ. ചെലവ് ചെയ്യണമെന്ന് ഞങ്ങളെ കാല് പിടിക്കണ്ട. ഓക്കെ എന്നാ റെഡി. എന്നിങ്ങനെ കണ്ണും ചിമ്പി അവിടെ നിന്നോ. എന്താലേ എന്റെ ഇത്രയും കാലത്തെ സർവീസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ ഒരാള് പരലോകത്ത് വന്നിട്ട് പറയാ സമരം ചെയ്യുന്നു, അതും ഇവിടെ ആത്മാക്കളൊക്കെ കൂട്ടി സമരം ചെയ്യും. ഇനിയും കേരളത്തിൽ നിന്ന് ഞാൻ ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോ വല്ല വർഗീയത ഉണ്ടാക്കിയാലോ? വേണ്ടപ്പാ വേണ്ട. കേരളത്തിൽ നിന്ന് ഒരാളെ ഇപ്പൊ അടുത്തൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ഇതേ കണ്ടില്ലേ, എന്റെ പോത്ത് വരെ ഓടിപ്പോയി. അവസ്ഥ